ിലേക്ക് വരാം. ശ്രീജിത്ത് പണിക്കർ, താങ്കൾ ഈ വിധിയെ സ്വാഗതം ചെയ്യുകയാണല്ലോ സ്വാഭാവികമായിട്ടും. പക്ഷേ ഇത് ഈ തെരഞ്ഞെടുപ്പ് ബോണ്ടുകൾ നിലവിൽ വന്ന സമയത്ത് കേന്ദ്രം പറഞ്ഞിരുന്ന പ്രധാനപ്പെട്ട കാര്യം കള്ളപ്പണം അതിന്റെ അതിപ്രസരം തടയുവാൻ കഴിയും എന്നുള്ളതാണ്. കാരണം ഇത് കണക്കുള്ളതാണല്ലോ, ഇലക്ട്രൽ ബോണ്ടുകൾ വഴി സംഭാവന നൽകുന്നത്. പക്ഷേ അത് സുപ്രീം കോടതി ഇന്ന് ഒരു നിരീക്ഷണം നടത്തിയിട്ടുണ്ട്. ഈ വിധി പറയുമ്പോൾ ആ വിധിയിൽ ഉള്ള കാര്യമാണ്. സുപ്രീം കോടതി കള്ളപ്പണം തടയുവാൻ ഉപകരിക്കില്ല എന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ ഇത് മാത്രം അതിന് പറ്റിയ ഒരു ഉപായമല്ല എന്ന് സുപ്രീം കോടതി പറയുന്നുണ്ട്. സുപ്രീം കോടതി അതിനേക്കാൾ ഉപരിയായി കണ്ടത് വോട്ടർമാരുടെ അവകാശമുണ്ട്, ജനങ്ങളുടെ അവകാശമുണ്ട്, ആരാണ് ഓരോ രാഷ്ട്രീയ പാർട്ടികൾക്കും സംഭാവന നൽകുന്നത് എന്ന് അറിയുവാനുള്ള. അത് പക്ഷേ ഇതിൽ തടയപ്പെടുന്നു. കോടതിയുടെ നിരീക്ഷണം ഇതാണല്ലോ. തീർച്ചയായിട്ടും നോക്കൂ, ഈ ഇലക്ട്രൽ ബോണ്ട് നിലവിൽ പ്രവർത്തിക്കുന്ന സംവിധാനം വഴി നോക്കിക്കഴിഞ്ഞാൽ വിവരാവകാശ നിയമം ഉപയോഗിച്ചിട്ടാണെങ്കിലും അതിൽ ആരാണ് ഡൊണേറ്റ് ചെയ്തിരിക്കുന്നത് എന്നതുമായി ബന്ധപ്പെട്ട് നമ്മുടെ നാട്ടിലുള്ള ഒരു പൗരന് യാതൊരു വിധത്തിലുള്ള വിവരങ്ങളും കിട്ടില്ല. അപ്പോൾ നമ്മൾ പലപ്പോഴും ഇവിടെ പറയാറുണ്ടല്ലോ, ഈ ക്രോണിക് ക്യാപിറ്റലിസം, മുതലാളിമാർക്ക് വേണ്ടിയിട്ടുള്ള നിയമനിർമ്മാണങ്ങൾ ഉണ്ടാക്കുന്നു. പലപ്പോഴും പല സർക്കാരുകളെ പ്രാദേശികമായിട്ടാണെങ്കിലും സംസ്ഥാന തലത്തിലാണെങ്കിലും കേന്ദ്ര തലത്തിലാണെങ്കിലും സ്പോൺസർ ചെയ്യുന്നതൊക്കെ തന്നെ ചില പ്രത്യേക വ്യവസായികളാണ് തുടങ്ങിയ രീതിയിലുള്ള ചർച്ചകളൊക്കെ തന്നെ ഇവിടെ ഉണ്ടാകാറുണ്ട്. അത് പലപ്പോഴും രാഷ്ട്രീയമായിട്ടുള്ള ഒരു ആയുധമായിട്ട് പോലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉപയോഗിക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പാർട്ടികൾക്ക്, ഗവൺമെന്റിനെ പ്രത്യേകിച്ച് നിയന്ത്രിക്കുന്ന പാർട്ടികൾക്ക് ഒക്കെ തന്നെ ഫണ്ടിങ് നടത്തുന്നത് ആരാണ് എന്ന് അറിയുന്നതിനുള്ള ഒരു അവകാശം വിവരാവകാശത്തിന്റെ പരിധിയിൽ തന്നെ വരേണ്ടതാണ് എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു വിധത്തിലുള്ള സംശയവുമില്ല. എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും ഫണ്ടിങ് സുതാര്യമാവണം. കാരണം ഈ രാഷ്ട്രീയ പാർട്ടികളെല്ലാം തന്നെ പ്രഖ്യാപിതമായിട്ടാണെങ്കിലും നമ്മളോട് പറയുന്നത് എന്താണ്? പൊതുജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അവർ പ്രവർത്തിക്കുന്നത്, പൊതുജനങ്ങളുടെ ആവശ്യങ്ങൾ മുൻനിർത്തിയിട്ടാണ് അവരുടെ എല്ലാ പരിപാടികളും. അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള ഫണ്ടിങ് നടത്തുന്നത് പൊതുജനങ്ങൾ തന്നെയാകുമ്പോൾ, അല്ലെങ്കിൽ കോർപ്പറേറ്റുകളാകുമ്പോൾ ആരുടെയൊക്കെ പണമാണ് ഇവർ സ്വീകരിക്കുന്നത് എന്ന കാര്യത്തിനെ പറ്റി അബ്സല്യൂട്ട് ക്ലാരിറ്റി ഉണ്ടാവുക എന്ന കാര്യത്തിൽ ഒരു സംശയം ചോദിച്ചോട്ടെ ശ്രീജിത്ത് പണിക്കർ, ഇതിൽ ഏതൊക്കെ വ്യക്തികളാണ്, ഏതൊക്കെ കമ്പനികളാണ് ഞങ്ങൾക്ക് പണം തന്നത് എന്ന് അത് ഈ ഇലക്ട്രൽ ബോണ്ടുകൾ വഴി വെളിപ്പെടുത്തേണ്ട. കാരണം ഇലക്ട്രൽ ബോണ്ടുകൾ വഴി സ്വീകരിച്ചിട്ട് ഇപ്പോൾ ഒരു 10,000 കോടി രൂപ സ്വീകരിച്ചിട്ടുണ്ടെന്ന് കരുതുക ഇലക്ട്രൽ ബോണ്ടുകൾ വഴി. ആ 10,000 കോടി രൂപ ആരൊക്കെയാണ് തന്നതെന്ന് പറയേണ്ട ആവശ്യമില്ല. പക്ഷേ ആ 10,000 കോടി രൂപ ആ രാഷ്ട്രീയ പാർട്ടിയുടെ അക്കൗണ്ടിലേക്ക് വന്നു എന്നുള്ള കാര്യം അത് ഉറപ്പായും വെളിപ്പെട്ട് കഴിഞ്ഞല്ലോ. കാരണം തെരഞ്ഞെടുപ്പ് ബോണ്ടുകളിലൂടെ. മറിച്ച് ഈ തെരഞ്ഞെടുപ്പ് ബോണ്ടുകളിലൂടെ അല്ലാതെ നേരിട്ട് പണം കൊടുക്കുന്നതാണ് എങ്കിൽ അവിടെ വേണമെങ്കിൽ ഈ കണക്കുകൾ മറച്ചു വെക്കാൻ പോലും കഴിയില്ലേ രാഷ്ട്രീയ പാർട്ടികൾക്ക്? അങ്ങനെ ഒരു കാര്യം കൂടി ഇല്ലേ മറുവശത്ത്? അതൊഴിവാക്കുന്നതിന് വേണ്ടിയല്ലേ 2018 ഇങ്ങനെ ബോണ്ടുകൾ കൊണ്ടുവന്നതും? അല്ല നോക്കൂ, ഇതിലെ പ്രധാനപ്പെട്ട പ്രശ്നം മഞ്ജുഷ്, ഇതിൽ ഏത് രീതിയിലുള്ള, അതിപ്പോൾ നമ്മളൊരു പേയിങ് ഇൻസ്ട്രുമെന്റ് ഉപയോഗിച്ചിട്ടാണെങ്കിലും ക്യാഷ് ആയിട്ടാണെങ്കിലും ഒരു ട്രാൻസാക്ഷൻ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് നമ്മൾ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ, നമ്മളതൊരു പണത്തിന്റെ ഒരു ട്രെയിൽ അവിടെ ഉണ്ടെങ്കിൽ അത് ഏത് മാർഗത്തിൽ നിന്നാണെങ്കിലും അത് ട്രേസ് ചെയ്യാനായിട്ട് സാധിക്കണം. അത് നൽകിയിരിക്കുന്നത് ആരാണ് എന്നതിനെ പറ്റിയിട്ടുള്ള ഒരു ക്ലാരിറ്റി ഉണ്ടാകണം. കാരണം നമ്മൾ ഈ സമയത്ത് തന്നെ കേരളത്തിൽ പാരലലായിട്ട് നടക്കുന്ന ഒരു ചർച്ച എന്താണ്? മാസപ്പടി വിഷയമാണ്. അപ്പൊ ആ മാസപ്പടി വിഷയത്തിൽ പോലും നമ്മൾ കണ്ടിരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, CMRL എന്ന് പറയുന്ന കമ്പനിയിൽ നിന്ന് അവരുടെ സുഗമമായിട്ടുള്ള നടത്തിപ്പിന് വേണ്ടി നമ്മുടെ നാട്ടിലുള്ള പല രാഷ്ട്രീയ നേതാക്കൾക്കും പണം നൽകിയെന്നാണ്. ഇത് ഈ വാങ്ങിയവരും കൊടുത്തവരും എല്ലാം പറയുന്നത് എന്താണ്? രാഷ്ട്രീയ പാർട്ടികൾക്കുള്ള സംഭാവനയാണ് എന്നാണ്. നമുക്കറിയാമല്ലോ, ഈ OC RC പിന്നെ PV എന്നൊക്കെ എഴുതിയിരിക്കുന്ന ആൾക്കാർക്ക് 1000 രൂപയുടെ ചെക്കൊന്നും എഴുതിയല്ലോ കൊടുക്കുന്നത്, അല്ലെങ്കിൽ 1000 രൂപയല്ലല്ലോ കൊടുക്കുന്നത്. അപ്പൊ അത് തീർച്ചയായിട്ടും വളരെ വലിയ തുകയായിരിക്കും. അപ്പൊ നമ്മുടെ നാട്ടിൽ ലെജിറ്റിമേറ്റ് ആയിട്ട് കൊടുക്കുകയും പണം ഡൊണേറ്റ് ചെയ്യുകയും ആ ഡൊണേഷൻ പോലും ടാക്സ് ഫ്രീ ആയി കിട്ടുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുള്ളപ്പോൾ അതിന് മുകളിലേക്കാണ് നമ്മൾ ഈ പറയുന്ന രീതിയിലുള്ള ഇലക്ട്രേറ്റ് ബോണ്ടൊക്കെ വരുന്നത്. അപ്പൊ ഇലക്ട്രേറ്റ് ബോണ്ടിൽ നിന്നാണെങ്കിലും നമ്മൾ അല്ലാതെ ഏത് മാർഗത്തിൽ, ഇപ്പോൾ ക്യാഷ് ആയിട്ടാണെങ്കിലും ഇതിലെല്ലാം തന്നെ അബ്സല്യൂട്ട് ക്ലാരിറ്റി ഉണ്ടാവുക എന്നുള്ളത് പ്രധാനമാണ്. ഇപ്പൊ നമ്മളിപ്പോൾ സംസാരിക്കുന്നത് ഇലക്ട്രൽ ബോണ്ടിനെ പറ്റി മാത്രമായിരിക്കും. അപ്പൊ ക്യാഷ് ട്രാൻസാക്ഷനെ പറ്റി നമുക്ക് തീർച്ചയായിട്ടും ചോദിക്കാവുന്നതാണ്. ഞാൻ പറഞ്ഞത് ഇതിലെല്ലാം തന്നെ അബ്സല്യൂട്ട് ക്ലാരിറ്റി ഉണ്ടാകണം. ഇപ്പോ ഈ പറഞ്ഞിരിക്കുന്ന ഒരു നിയമം, നമ്മളൊരു രാഷ്ട്രീയ പാർട്ടിക്ക് പണം കൊടുക്കുകയാണ് എങ്കിൽ അതിനെ ഇൻകം ടാക്സിൽ നിന്ന് എക്സംഷൻ ആയിട്ട് 100% കൊടുക്കുന്ന രീതിയിലത്തേക്കുള്ള ഒരു നിയമം പോലും നമ്മുടെ നാട്ടിലുണ്ട്. ഞാൻ കരുതുന്നത് അതും ജനാധിപത്യ വിരുദ്ധമാണ് എന്നാണ്. കാരണം മറ്റുള്ള എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ പണം കൊടുക്കുമ്പോൾ ഒരുപക്ഷെ ഇതിനേക്കാൾ ഒരു ഗ്രേറ്റർ കോസിന് വേണ്ടിയിട്ട് പണം കൊടുക്കുന്ന സമയത്ത് പോലും നമ്മൾ അതിനൊക്കെ ടാക്സ് കൊടുക്കാനായിട്ട് നമുക്ക് വേണം. പല കാര്യങ്ങൾക്കും ഇപ്പോൾ പേരൻസിന്റെ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ടാണെങ്കിൽ പോലും നമ്മൾ മുടക്കുന്ന പൈസയിൽ ഒരു പരിധി കഴിഞ്ഞു കഴിഞ്ഞാൽ ബാക്കി പൈസക്കെല്ലാം തന്നെ നമ്മൾ ടാക്സ് കൊടുക്കേണ്ടതാണ്. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് എന്തുകൊണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് എനിക്ക് എത്ര പണം വേണമെങ്കിലും കൊടുക്കാം, അതിന് ടാക്സ് കൊടുക്കണ്ട എന്ന് പറയുന്ന ഒരു നിയമം എന്തിനാണ് എന്നുള്ള ഒരു സുപ്രധാനമായിട്ടുള്ള ചോദ്യം ഈ ട്രാൻസ്പെറൻസിയെ മാത്രം മുൻനിർത്തി തന്നെ നമുക്ക് ഉന്നയിക്കാൻ കഴിയും. അതിനോടൊപ്പം തന്നെ
നിയമ പരിഷ്കാരങ്ങൾ ഉണ്ടാകണം. ഇപ്പോൾ വളരെ വലിയ രീതിയിൽ കോടിക്കണക്കിന് പൈസയാണ് നമ്മുടെ നാട്ടിലുള്ള എല്ലാ രാഷ്ട്രീയ കക്ഷികൾക്കും കിട്ടുന്നത്. ഈ പറയുന്ന പോലെ ഒരു ലെജിറ്റിമേറ്റ് ആയിട്ട് ഉള്ള സോഴ്സിൽ നിന്ന് വരികയാണെങ്കിൽ നമുക്ക് ഈ ടാക്സ് കൊടുക്കുന്നതിന്റെ ബുദ്ധിമുട്ട് എപ്പോഴും വരുന്ന ആർക്കാണ്? ഇത് കൊടുക്കുന്ന ആളിനാണ്. ഞാൻ പറഞ്ഞത് റിസീവ് ചെയ്യുന്ന ആളിന് ഇത് വെറുതെ കിട്ടുകയാണ്. ഒരു രാഷ്ട്രീയ പാർട്ടി, അത് BJP ആയിക്കോട്ടെ, കോൺഗ്രസ് ആയിക്കോട്ടെ, ഏത് പാർട്ടി ആയിക്കോട്ടെ, അവർക്കിത് വെറുതെ കിട്ടുകയാണ്. അങ്ങനെ വെറുതെ കിട്ടുന്ന ആ പൈസയ്ക്ക് അവർ ടാക്സ് അല്ലെങ്കിൽ കൊടുക്കട്ടെ, ആ രീതിയിലത്തേക്ക് രാഷ്ട്രീയ പാർട്ടികൾക്ക് മാത്രമായിട്ട് ഒരു നിയമ പരിഷ്കരണം പോലും കൊണ്ടുവരാം. പക്ഷേ ഇതൊക്കെ കൊണ്ടുവരാതിരിക്കുന്നതിന്റെ കാരണം ഇതിന് ഇവരെല്ലാവരും തന്നെ ബെനിഫിഷ്യറീസ് ആണ് എന്നുള്ളതാണ്. ഇപ്പൊ നമ്മളൊരു പ്രസ്താവന കണ്ടു ശ്രീ രാഹുൽ ഗാന്ധിയുടെ ഭാഗത്ത് നിന്ന്. അതായത് ലെജിറ്റിമൈസ്ഡ് ആയിട്ടുള്ള രീതിയിലത്തേക്ക് കറപ്ഷൻ നടത്തുന്നതിന് വേണ്ടുന്ന ഉതകുന്ന രീതിയിലുള്ള ഒരു പരിപാടിയാണ് ഇലക്ട്രൽ ബോണ്ട് എന്ന് കോടതി വിധിയോടുകൂടി തെളിഞ്ഞിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. കോൺഗ്രസ് എത്ര പണം വാങ്ങിയിട്ടുണ്ട്? അപ്പൊ ഈ ഇലക്ട്രൽ ബോണ്ട് വഴി കിട്ടുന്ന പണം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അതൊരു കള്ളപ്പണമാണ്, അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള പണമാണ് എന്ന രീതിയിലാണ് കോൺഗ്രസ് കാണുന്നത് എങ്കിൽ കോൺഗ്രസ് സ്വീകരിച്ചിരിക്കുന്ന പണം എത്രയാണ്? ഇപ്പൊ നമ്മൾ കണക്കെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും പ്രാദേശികമായിട്ട് പ്രവർത്തിക്കുന്ന TMC, DMK ഉള്ള പാർട്ടികൾക്ക് വരെ വളരെ വലിയ രീതിയിലുള്ള ഫണ്ടിങ് ഈ മാർഗത്തിൽ പോലും കിട്ടുന്നുണ്ട്. അതായത് ഇലക്ട്രൽ ബോണ്ട് വഴി പോലും കിട്ടുന്നുണ്ട്. അപ്പോൾ ആരൊക്കെയാണ് ഈ സംഭാവന രാഷ്ട്രീയ പാർട്ടികൾക്ക് നൽകുന്നത്? അവർ എത്രയൊക്കെ പണം കൊടുക്കുന്നുണ്ട്? ഓരോ രാഷ്ട്രീയ പാർട്ടിക്കും എത്ര വെച്ചുള്ള പണം കിട്ടുന്നുണ്ട് എന്നതിനെ പറ്റിയിട്ടുള്ള കൃത്യമായിട്ടുള്ള വിവരങ്ങൾ പരസ്യമായിട്ട് ഇവിടെ ഉണ്ടാകണം. ഇലക്ഷൻ കമ്മീഷൻ അറിയണം. രാഷ്ട്രീയ പാർട്ടികൾ അത് പ്രസിദ്ധപ്പെടുത്തിയില്ല എങ്കിൽ അത് ഇലക്ഷൻ കമ്മീഷൻ അത് ചെയ്യണം. നമുക്കറിയാമല്ലോ, ആം ആദ്മി പാർട്ടി ഒരു പാർട്ടി വിത്ത് എ ഡിഫറൻസ് എന്ന് പറഞ്ഞു വന്നതാണ്. ഇപ്പൊ അവർ കൃത്യമായിട്ട് റെക്കോർഡുകൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഒരു സമയം വരെ ഞാനത് നോക്കുന്ന സമയത്തെല്ലാം തന്നെ അവരുടെ വെബ്സൈറ്റിൽ അവർക്ക് ഫണ്ട് ചെയ്തിരിക്കുന്ന ആൾക്കാർ ചുരുങ്ങിയത് അതിന്റെ പേരും അല്ലെങ്കിൽ അത് എത്ര തുകയാണ് എന്ന രീതിയിലത്തേക്കുള്ള കാര്യങ്ങളെങ്കിലും അവരതിൽ പറഞ്ഞിരുന്നു. ഞാൻ പറഞ്ഞത് ഈ അബ്സല്യൂട്ട് ട്രാൻസ്പെറൻസി എന്ന് പറയുന്നത് ഈ കാര്യത്തിൽ ഉണ്ടാകണം. ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വഴിയാണ് എങ്കിൽ അതൊക്കെ പരിശോധിക്കപ്പെടേണ്ടതാണ്, അതെല്ലാം പ്രസിദ്ധീകരിക്കപ്പെടേണ്ടതാണ്. പൊരുത്തക്കേടുകളോ കൃത്രിമത്വമോ ഇവരുടെ കണക്കുകളിൽ ഉണ്ട് എങ്കിൽ അതിന് ഉചിതമായിട്ടുള്ള നടപടികളും ഉണ്ടാകണം. അല്ലാതെ കേവലം ഇതൊരാൾ നോക്കിയതിനു ശേഷം അതാ ഇവിടെ കണക്ക് കൊടുത്തിട്ടുണ്ട് എന്ന് പറയുന്ന കാര്യമല്ല. അത് വളരെ പ്രധാനമാണ്. അപ്പോൾ ഞാൻ പറയുന്നത് നമ്മുടെ നാട്ടിലുള്ള കണക്കെടുത്ത് നോക്കൂ. ഇപ്പോൾ ഇന്ന് തന്നെ ഏറ്റവും കൂടുതൽ മാധ്യമങ്ങൾ പറയുന്നത് ഓരോ പാർട്ടിക്ക് എത്ര പണം കിട്ടിയെന്നാണ്. ഇപ്പൊ 2017 ഇത് വന്നതിന് ശേഷം 2023 വരെയുള്ള സമയത്ത് ഏതാണ്ട് 13,000 കോടി രൂപയ്ക്ക് അടുത്തുള്ള പണം ഇങ്ങനെ ഇലക്ട്രൽ ബോണ്ടുകളായിട്ട് പല ആൾക്കാർക്കും കിട്ടിയിരിക്കുന്നുണ്ട്. അതിൽ 50% മുകളിൽ കിട്ടിയിരിക്കുന്നത് BJPക്കാണ്. ഏതാണ്ട് 6,572 കോടി എന്നാണ് കണ്ടത്. പക്ഷേ കോൺഗ്രസിന് ചെറുതല്ല, 1,123 കോടി രൂപ കിട്ടിയിട്ടുണ്ട്. മറ്റുള്ള പാർട്ടികൾക്ക്, അതാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം, BJPക്ക് ഒറ്റയ്ക്ക് 6,500 കോടി രൂപയ്ക്ക് മുകളിൽ കിട്ടുന്നുണ്ടെങ്കിൽ മറ്റുള്ള പാർട്ടികളിൽ കോൺഗ്രസിനെ മാറ്റി നിർത്തിയാൽ പോലും, കോൺഗ്രസ് മാറി നിന്നാൽ പിന്നെ ഇന്ത്യയിൽ ഒരു വലിയ ദേശീയ മുഖമുള്ള ഒരു പാർട്ടി ഇല്ല എന്ന് നമുക്കറിയാം. കൂടുതലും പ്രാദേശിക പാർട്ടികളാണ്. ആ പാർട്ടികൾക്കെല്ലാം കൂടി ചേർന്നിട്ട് ഏതാണ്ട് 5,200-ലധികം കോടി രൂപ ഇലക്ട്രൽ ബോണ്ട് വഴി കിട്ടുകയാണ്. നേരത്തെ സൂചിപ്പിച്ച തൃണമൂൽ കോൺഗ്രസ്, DMK ഉൾപ്പെടെയുള്ള പാർട്ടികൾ. ഇനി ഓരോ പാർട്ടിയുടെയും ആകെ ഫണ്ടിങ്ങിന്റെ എത്ര ശതമാനമാണ് ഇലക്ട്രൽ ബോണ്ടിൽ നിന്ന് വരുന്നതെന്ന് നോക്കുക. ഇപ്പൊ അങ്ങനെ വന്നിരിക്കുന്ന ചില കണക്കുകളും പുറത്തു വന്നിട്ടുണ്ട്. ഇപ്പൊ BJPയെ പറ്റി അതിൽ പറയുന്നത് അവർക്ക് കിട്ടുന്ന ആകെ ഫണ്ടിങ്ങിന്റെ 52% വരുന്നത് ഇലക്ട്രൽ ബോണ്ട് വഴിയും 48% മറ്റു മാർഗങ്ങളിലുമാണ്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ കണ്ട കണക്ക്, കോൺഗ്രസിന് 60% മുകളിൽ കിട്ടുന്നത് ഇലക്ട്രൽ ബോണ്ട് വഴിയാണ് എന്നാണ്. അപ്പൊ രാഹുൽ ഗാന്ധി ആരെക്കുറിച്ചാണ് ഈ പറയുന്നത്? തൃണമൂൽ കോൺഗ്രസിന് ആകെ കിട്ടുന്നതിന്റെ 93%, DMKക്ക് ഏതാണ്ട് 90-91% കിട്ടുന്നത് ഇലക്ട്രൽ ബോണ്ട് വഴിയാണ് എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടിയും, നിങ്ങൾ ഭരണപക്ഷ ബെഞ്ചിലിരുന്നാലും പ്രതിപക്ഷ ബെഞ്ചിലിരുന്നാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് കിട്ടുന്നുണ്ട്. ഇത് കിട്ടിയ സമയത്തെല്ലാം തന്നെ നിങ്ങൾ ആരും തന്നെ ഞങ്ങൾക്ക് ഇത് വേണ്ട എന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ ഇതിനെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇതിന്റെ പങ്ക് പറ്റിയിട്ടുള്ള ആളുകളാണ്. കോടതി